കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കില്ല. പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടതിനു ശേഷമാകും വിധി ഉണ്ടാവുക. കുറ്റക്കാരിയായ ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചു. പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നുവെന്ന് ഷാരോണിന്റെ കുടുംബം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഠിനമായ ശിക്ഷ കിട്ടും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇത് നമ്മളെ കോടതിയിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് അനുകൂലമായ വിധി വരും എന്നുള്ള ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നതിനാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടാവുന്നത് 4 സെക്ഷൻസ് വെച്ചിട്ട് നല്ലൊരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമില്ല. വിവരങ്ങളുമായി കോടതിയിൽ നിന്നും VS അനു ചേരുന്നുണ്ട്. അനു, ഈ സാഹചര്യ തെളിവുകളൊന്നുമില്ലാതിരുന്ന കേസിൽ പ്രതികളിലേക്ക് എത്തിയത് തന്നെ ശ്രമകരമായിരുന്നു. ആ പോലീസ് നീക്കവും അന്വേഷണവും ഒക്കെ. ഇന്നത്തെ കോടതി നടപടികൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ ആ തരത്തിൽ മറ്റ് തെളിവുകളോ, പ്രത്യേകിച്ച് ഷാരോണിന്റെ മൊഴി അടക്കം പ്രോസിക്യൂഷൻ ആദ്യഘട്ടത്തിൽ എതിരായി നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സാക്ഷിമൊഴികളെയും സാഹചര്യ തെളിവുകളെയും പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളെയും നല്ല രീതിയിൽ ശേഖരിക്കുന്നതിന് പോലീസിനും അതുകൂടാതെ അത് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നതിന് പ്രോസിക്യൂഷനും കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന്, അത് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അതുകൂടാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ എന്ന വഞ്ചന ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷൻ നിരത്തിയ എല്ലാ ചാർജുകളും കോടതി അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഏതായിരുന്നാലും ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഗ്രീഷ്മയെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ നിന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 11 മണിയോടുകൂടി സാധാരണ കോടതി നടപടികൾ ആരംഭിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MM ബഷീറാണ് ഈ കേസിലെ വിധി പറയുക. അദ്ദേഹമാണ് ഇന്നലെ ഈ ഗ്രീഷ്മയുടെ അമ്മ നിർമ്മലകുമാരൻ നായരും പ്രതിയാണെന്ന്, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവർക്ക് എന്ത് ശിക്ഷയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർമ്മലകുമാരൻ നായർക്കെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുമ്പോൾ അത് തെളിവ് നശിപ്പിക്കലാണ്. പരമാവധി 7 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് നിർമ്മലകുമാരൻ നായർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് ആ രീതിയിൽ ശിക്ഷ വിധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. മറ്റൊന്ന്, ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള വാദം പ്രോസിക്യൂഷൻ നടത്തും എന്നുള്ളത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെയൊക്കെ പ്രോസിക്യൂഷൻ അഭിഭാഷകനോട്, അതായത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാറിനോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രമല്ല, പ്രതിയുടെ പ്രായം 22 വയസ്സിലാണ് ഈ പ്രതി ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രായമൊക്കെ സ്വാഭാവികമായും കോടതി പരിഗണിക്കും. ഏതായിരുന്നാലും ഇന്നിപ്പോൾ വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്നലെ കുറ്റക്കാരിയാണെന്ന് കോടതി പറയുന്നു. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. അതുകൂടാതെ പ്രോസിക്യൂഷനും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാഹചര്യം ഇന്ന് കോടതിയിൽ ഉണ്ടാകും. കാരണം ഈ 2ാം പ്രതി സിന്ധൂരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസിക്യൂഷനും പറയാം. മാത്രമല്ല, ഈ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നുള്ള കാര്യം കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷന് പറയാം. അങ്ങനെയുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളും മറുവാദങ്ങളും, പ്രതിയുടെ പ്രായപ്പട കണക്കിലെടുക്കണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ, അതൊക്കെ ഇന്ന് കോടതിയിൽ ഉണ്ടാകും. അത് കൂടെ പരിഗണിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ കോടതി ശിക്ഷാവിധി പറയും. അല്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് എന്താണ് ശിക്ഷ എന്നുള്ള കാര്യം പറയും. ഇതാണ് ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ കൊലക്കേസിലാണ് പ്രതിയെ ഇന്നലെ കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് എന്ത് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഇന്ന് ഷാരോണിന്റെ കുടുംബം രാവിലെ പ്രതികരിച്ചതൊക്കെ നമുക്കറിയാം. വളരെ വൈകാരികമായിട്ടാണ് അവരുടെ പ്രതികരണങ്ങൾ. 23 വയസ്സുള്ളവരുടെ മകൻ നഷ്ടമായതിന്റെ വിഷമമല്ല. നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇന്ന് വിധി പറയുമോ ഇല്ലയോ എന്നുള്ളതിൽ തന്നെയാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മരണത്തിന് കീഴടങ്ങുന്നത് വരെ ഷാരോൺ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ബന്ധുക്കൾക്കുണ്ടായ സംശയം, അവർ പോലീസുമായി പങ്കുവച്ച ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ച് അതുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗ്രീഷ്മയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും പിന്നീട് ഈ
മറ്റ് ദുരൂഹതകളൊക്കെ നീങ്ങി പ്രതി പിടിയിലാകുന്നതുമൊക്കെ. അപ്പോൾ ഇന്നലെ ഗ്രീഷ്മയെയും അമ്മാവനെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു, അമ്മയെ വെറുതെ വിട്ടിരുന്നു. ഇവരുടെ ശിക്ഷാവിധി ഇന്നിപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു VS അനു.